ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. DLED 2024-2026 വർഷത്തെ മലപ്പുറം ജില്ലയുടെ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലേക്കുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇൻ്റർവ്യൂ 14/8/2024 മലപ്പുറം മുനിസിപ്പാലിറ്റി കാര്യാലയത്തിന് സമീപമുള്ള മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുക. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിവയുടെ ഷുവർ ലിസ്റ്റും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്: സയൻസിന് ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് 14/8/2024 ബുധനാഴ്ച രാവിലെ 9:30 ഹ്യൂമാനിറ്റീസിലുള്ളവർക്ക് 14/8/2024 രാവിലെ 10 മണിക്കും. കൊമേഴ്സിന് ഇൻ്റർവ്യൂ അന്നേ ദിവസം തന്നെ, അതായത് 14/8/2024 രാവിലെ 10:30 അതായത് ബുധനാഴ്ച 14/8/2024 രാവിലെ 9:30 സയൻസിനും രാവിലെ 10 മണിക്ക് ഹ്യൂമാനിറ്റീസിനും 10:30 കൊമേഴ്സിനും. ആ ദിവസം തന്നെ രാവിലെ 11 മണിക്കാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കുള്ള ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും ഷുവർ ലിസ്റ്റിലുള്ളവരും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക, കൃത്യസമയം പാലിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഏതെല്ലാമാണെന്നാണ്. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിമുക്ത ഭടൻ, ജവാന്റെ ആശ്രിതരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണം. വിമുക്ത ഭടൻ അതുപോലെ തന്നെ ജവാന്റെ ആശ്രിതരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസറുടെയോ അല്ലെങ്കിൽ തഹസിൽദാരുടെയോ സർട്ടിഫിക്കറ്റ് ആവണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. NCC, NSS, രാജ്യപുരസ്കാർ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ കരുതണം. ഇൻ്റർവ്യൂവിന് ശേഷം TTIയിൽ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫോം 42 സർട്ടിഫിക്കറ്റ്. ലാസ്റ്റ് പറഞ്ഞ 3 സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആവശ്യമല്ല. പക്ഷേ TTIയിൽ അഡ്മിഷൻ എടുക്കുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നതിനായി DDE-MLPM-blogspot.com സന്ദർശിക്കുക. ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ കൂടെ ഒരു ഫോൺ നമ്പർ കൂടി നൽകിയിട്ടുണ്ട്: 73 56 87 55 92. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്യും.